നമസ്കാരം. ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. പേരൊന്നും ഞാൻ വായിക്കുന്നില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമാവണു. ആദ്യം മുതൽക്കേ എൻ്റെ ഹസ് എന്നോട് എന്തോ ഒരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷമായിട്ട് ഹസ് എന്നോട് ഒന്നും മിണ്ടാതെയായി. അങ്ങനെ അവർ തമ്മിൽ റിലേഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു ഡീപ്പായിട്ട് റിലേഷനിൽ ഒരു മോനുണ്ട്. അപ്പോൾ ഇപ്പം അടുത്താണ് ഹോമോസെക്ഷലാണെന്ന് അറിഞ്ഞത്. ഹസ്ബൻഡിന് വയസ്സും പാർട്ട്ണർ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു. 1 ഇയർ ആയിട്ട് വളരെ പ്രായം കൂടിയ ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ലേഡീസിനെ നോക്കുകയോ ഒരു കമൻറ്റ് പറയുന്ന ഒന്നും ഉണ്ടാവാറില്ല. ഹസ്സിൻ്റെ വീട്ടിൽ ഉള്ളവർക്കൊക്കെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പിന്നെ ആരും ഒന്നും കംപ്ലൈൻറ്റ് പറയാനുമില്ലല്ലോ അല്ലേ. ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്നും കണ്ടില്ല എന്ന രീതിയിൽ. എൻ്റെ ഹസ്സിന് എന്തായാലും അങ്ങനെയല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഹസ്സിൻ്റെയും പാർട്ട്ണറുടെയും ഡെയിലി ചാറ്റ് കണ്ട് കാണുന്നത് ഇപ്പോൾ ലൈഫ്. അപ്പോൾ എന്നെപ്പോലെ ഉള്ളവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടാമോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് വായിച്ചത്. അതായത് നമ്മളിപ്പോൾ അടുത്ത് കാതൽ സിനിമയുടെ ഒരു കണ്ടൻറ്റ് മാതിരിയാണ് ഇത്. വളരെ നിർബന്ധമായപ്പോൾ ഒരു കുഞ്ഞുണ്ടായി എന്നുള്ള ഇത് മാത്രമാണ് ഇതിലുണ്ടാവുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പലരോടും ഇഷ്ടങ്ങളുണ്ടാവാം. ആണിനോടും പെണ്ണിനോടും അല്ലെങ്കിൽ ആണിനോടും പെണ്ണിനോടും ഒക്കെ ഉണ്ടാവുന്ന പലതരത്തിലുണ്ടാവാം. ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നീതി പുലർത്താൻ സാധിക്കുമെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ. ഇപ്പോൾ ഒരു കുട്ടിയായി എന്ന് പേരിനെങ്കിലും അവരുടെ നീഡും കാര്യങ്ങൾക്കും വേണ്ടി എന്താണ് ശരിയാണ്, വീട്ടിലുള്ള എല്ലാവർക്കും പലതരത്തിലുള്ള അവിഹിത ബന്ധങ്ങളും ഉണ്ട്. അത് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? നിങ്ങളും അവിടെ പോയിക്കോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സന്തോഷം, നമ്മുടെ കാര്യങ്ങളുണ്ട്, നമ്മൾ പുറത്ത് പോകണം, നമ്മൾ കാര്യങ്ങളൊക്കെ നടത്തി പോകണം, നമ്മുടെ പാർട്ട്ണറുണ്ട്. അപ്പോൾ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട സന്തോഷങ്ങളും കാര്യങ്ങൾക്കും അത് കൊടുക്കുക എന്നുള്ളത് ഭർത്താവിൻ്റെ ചുമതലയല്ലേ. ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ലപോലെ സ്നേഹിക്കുക, കെയർ ചെയ്യുക, ഹഗ് ചെയ്യുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എല്ലാം സ്വയം നമ്മുടെ പേഴ്സണാലിറ്റി ഇന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ ഒരാൾ വന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുടുംബം നന്നാവും, അല്ലെങ്കിൽ ഓരോ ആൾക്കാരും കല്യാണം എന്ന് പറയുന്നത് എന്തിൻ്റെയോ ഒരു മരുന്നാണ് ഏത് പ്രശ്നത്തിൻ്റെയും. ഇതൊരു ക്രൂവലായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. എനിക്കതിന് മുമ്പ് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്തും മുമ്പൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നത്, ഇത്തരത്തിലൊരു കേസ് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കല്യാണം കഴിച്ചിട്ട് ഭാര്യ അടുത്ത് പറയാതെ ഇരിക്കുകയാണ്. ഭർത്താവിന് അങ്ങനെ ഫീലിങ്സും കാര്യങ്ങളും വരുമ്പോൾ പുറമേ വന്നിട്ട് ആളുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് പോവും. അളുകയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ ഭാര്യ അടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭാര്യയ്ക്ക് വേണ്ട എല്ലാ ബാക്കി കാര്യങ്ങളും ഒതുക്കി കൊടുക്കും എന്ന രീതിയിൽ. ഇത് ഈ ഒരു അവസ്ഥയിൽ അവരവരുടെ സന്തോഷം മാത്രം നോക്കുന്നവരുണ്ട്, ഇമോഷണലി കാര്യങ്ങളും. ഈ ഒരു തന്നിരിക്കുന്ന ഈ ഒരു മെസ്സേജ് വന്നിരിക്കണതിൽ ഹസ്ബൻഡിന് ഒരു തരത്തിലും അവരോടൊരു ബന്ധം ഇല്ല. അതായത് മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി എന്നൊക്കെ കണക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, എന്തൊരു ക്രൂവലായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ ഒരാണെന്ന നിലയിൽ ഒരാണിന് സ്വന്തം തീരുമാനങ്ങളും ഡിസിഷനും എടുക്കാൻ സാധിക്കില്ല. പെണ്ണിന് ഈ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ്. ആണിന് പോലും അങ്ങനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വ്യക്തിത്വം എന്താണ്, സ്വന്തം പേഴ്സണാലിറ്റിയുടെ അല്ലെങ്കിൽ അവനവൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, എങ്ങനെയാണ് അവനവൻ്റെ എന്തിലാണ് പോകുന്നത് എന്നൊക്കെ സ്വയം അവനവനൊരു ബോധം ഉണ്ടാവുമല്ലോ. അല്ല ഞാനും സ്വയം ഒന്ന് കല്യാണം കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രസ്റ്റ് മാറുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഓക്കെ, നമ്മളവിടെ ഒരു ഹാർഡ് വർക്ക് ചെയ്യും നമ്മുടെ പങ്കാളിയെ ഹാപ്പിയാക്കാൻ. ഇതങ്ങനെയല്ല. ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ്, പിന്നെ പങ്കാളിയുടെ കാര്യത്തിൽ ഒന്നും തീരുമാനമെടുക്കാനോ അവരുടെ ഒരു കാര്യത്തിനും നോക്കാൻ വയ്യ. ആൾക്കാരുടെ എൽഡർ പേഴ്സൺ ആയിട്ടുള്ള ആ ഒരു സെയിം കാറ്റഗറിയിലുള്ള അയാളും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇവിടെ അവർക്കുണ്ടാവുന്ന അവസ്ഥയെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല. ഇത് മാത്രമല്ലാതെ ഇവർ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവർക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, എനിക്കറിയിക്കപ്പെട്ടെന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, മക്കൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ്, മക്കൾക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, മക്കളുടെ ആ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അച്ഛനമ്മമാർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ദയവ് ചെയ്ത് ഒരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരാളെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരാനും നിങ്ങൾ വേറൊരു ചതി മാതിരി കൂട്ട് നിൽക്കാനോ ഇടവരുത്തരുത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മോൾക്കാണ്
നിങ്ങൾക്കൊരു സ്വന്തം മോളുണ്ടെങ്കിൽ ആ മോളെ കല്യാണം കഴിച്ച് വരുമ്പോൾ ആ മകൻ ഇങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റിയിലാണ് അവരുള്ളതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വിഷമാവില്ലേ? നമ്മളെപ്പോഴും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ വളരെ ഒരു യങ് ഇതിലുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഫീലിങ്സും കാര്യങ്ങളിൽ കൂടി ഒക്കെ പോകുമ്പോൾ വളരെയധികം അവനവൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരാൾക്ക് ആ ഒരു കാര്യങ്ങളും നൽകാതിരിക്കുകയും അവരുടെ സെക്ഷൽ ആയിട്ടുള്ള ഫ്രീഡത്തിനെയും അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റിനും ഒക്കെ തടയുകയാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് തോന്നുന്ന ഫീലിംഗ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് അവരോടൊക്കെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, ദയവ് ചെയ്ത് നിങ്ങളുടെ എന്താണെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ച് ഓപ്പണായിട്ട് വിവാഹത്തിന് മുമ്പ് നിങ്ങൾ സംസാരിക്കുക. വിവാഹം കഴിക്കാൻ നിങ്ങൾ മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുത്. ആർക്ക് വേണ്ടിയും ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല കല്യാണം എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നു. ഒരു വിവാഹം കഴിച്ചാൽ ആ ബന്ധം കൊണ്ടു നടക്കാനുള്ളതും അതിൻ്റെ മാനസികമായ ശാരീരികമായ ആ ഒരു സപ്പോർട്ട് നൽകാനും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ മാത്രം വിവാഹം എന്നതിൽ ഉറച്ചു നിൽക്കുക. അതർവൈസ് പ്ലീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു വീഡിയോ തരുമോ എന്ന് പറഞ്ഞതും കൂടിയാണ്. പിന്നെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. സത്യവും ഐഡൻറ്റിറ്റിയും ആരുടെ മുമ്പിലും ഫാമിലിയെ രക്ഷിക്കാനോ ഭർത്താവിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഭാര്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാർട്ട്ണർ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരോട് തുറന്നു പറയുക. സ്വന്തം ഒരു ജോലി, സ്വയം അവനവനൊരു വാല്യൂ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു സെൽഫ് എസ്റ്റീം കൂടുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ഹാപ്പിനെസ് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. താങ്ക് യു.